അമ്മുനെ കാണാൻ പോയാലോ? അമ്മു ആരാണെന്നല്ലേ? അമ്മു ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിൻ്റെ മോൻ്റെ വൈഫാണ്. അപ്പോൾ അമ്മു ഗർഭിണിയാണ്. അപ്പം നമ്മളെല്ലാവരും അമ്മുവിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഓട്ടോ കിട്ടി. നേരെ പുതിയ സ്റ്റാൻഡിൽ പോയി ഇറങ്ങി അതിനടുത്തുള്ള ബേക്കറിയിൽ കയറി. അതിനുശേഷം നമ്മൾ അതിനടുത്തുള്ള ഫ്രൂട്ട്സ് കടയിലേക്കും കയറി കേട്ടോ. ബേക്കറിയിലൊക്കെ ഈ പിള്ളേരെയും കൂട്ടി പോയാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. പോകുന്നിടത്തേക്ക് വാങ്ങുന്ന സാധനത്തിലെക്കാട്ടും കൂടുതൽ സാധനം ഓരിക്ക് വേണ്ട വരും. അങ്ങനെ ഓരിക്ക് വേണ്ട സാധനവും വാങ്ങിച്ച് അവിടത്തേക്ക് വേണ്ട സാധനവും വാങ്ങിച്ച് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. ബസ്സിലെത്തിയപ്പോൾ വികേൻ്റെ പ്രഹസനമായിരുന്നു. വാങ്ങിയ ലേസൊക്കെയാണ് ഓള് വീഡിയോ എടുക്കുന്നത്. ഇത് പിന്നെ എന്താണെന്ന് അറിയില്ല. എൻ്റെ കുട്ടി ബവീച്ചിൻ്റെ അടുത്തും ബവീച്ചിൻ്റെ കുട്ടി എൻ്റെ അടുത്തും. അതങ്ങനെയാണ് കേട്ടോ, കറങ്ങി തിരിഞ്ഞ് എവിടെ പോകുമ്പോഴും സംഭവിക്കാം. ഈ ലേസ് തീറ്റ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കേൾക്കാത്തതിന് പിന്നെ എന്താ ചെയ്യുക? ഈ രണ്ടുമാണ് ഇതിനൊക്കെ കാരണം. വീഡിയോയിൽ എത്തിക്കഴിഞ്ഞാൽ ലേസേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ മുക്കാളി എത്തി നടന്ന് നമ്മളിതാ അമ്മുൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് അമ്മു. അപ്പോൾ അമ്മുനെ കണ്ടു. അകത്തിതേ ഞങ്ങളെ കണ്ടിട്ട് ഒളിച്ചിട്ടുണ്ട് ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. മിത്താലീൻ്റെ അനിയനോ അനിയത്തിയാണ് അമ്മുൻ്റെ വയറ്റിലുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സർപ്രൈസ്. വേറെ ആരുമല്ല, അമ്മേൻ്റെ അനിയത്തി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉഷേച്ചിനോട് ഞങ്ങളോട് ഉഷേച്ചിയും പറഞ്ഞിട്ടില്ല അവിടെ വരുന്നത്. എല്ലാം കൂടെ സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഇത് നീതുവാണ് അമ്മുവിൻ്റെ ഏട്ടൻ്റെ വൈഫ്. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉഷേച്ചിക്ക് നമ്മളുടെ കട്ട ആരാധികയാണ് കേട്ടോ. വീഡിയോയുടെ ഏത് സമയവും ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മുൻ്റെ വീട്ടിൽ എല്ലാതരം ജീവികളുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ കണ്ടത്. പിള്ളേർ പോയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ വസുവിനെ മെരുക്കാൻ വേണ്ടി അമ്മുൻ്റെ അനിയത്തി ഇതിനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. സാൻവി പിന്നെ മിത്താലിൻ്റെ പറയുകയാണ് കേട്ടോ. അത് പിന്നെ പിള്ളേർക്ക് പിന്നെ കളിക്കാൻ ആളുണ്ടായാൽ പിന്നെ വേറെ ആരെയും വേണ്ടല്ലോ. അപ്പോൾ മിത്താലിൻ്റെ ഒരു കുഞ്ഞു സംസാരം ഞാൻ കേൾപ്പിച്ചു തരേ. പിള്ളേർ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മുവിൻ്റെ അമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ല ചായയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ച് കുറേ കഥയും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നേ. അപ്പം ശരി, ബൈ.